പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. ആത്മകഥാ വിവാദത്തിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ടെന്ന് ഇ പി ജയരാജൻ. തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. ആദ്യം വന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇത്തരമൊരു വാർത്ത ലളിതമായി വരുമോ എന്ന് ഇ പി ചോദിക്കുന്നു. ഒരു അടിസ്ഥാനമില്ലാത്തൊരു വാർത്ത എല്ലാ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വരി പോലും പ്രസിദ്ധീകരണത്തിനായി ആർക്കും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിക്കകത്തും പുറത്തും തന്നെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യം. വ്യക്തമായ സൂചന കിട്ടിയാൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് പുറത്തു പറയാം, ഇ പി ജയരാജൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരായ ഫലമുണ്ടാക്കി. അതുവഴി എന്നെ പാർട്ടിക്കകത്തും പുറത്തും പൊതുസമൂഹത്തിലും ആക്രമിക്കുക എന്നത് ആസൂത്രിതമായ പദ്ധതിയാണ് അന്ന് നടപ്പിലാക്കിയത്. അതിന്റെ ആവർത്തനമാണ് ഇപ്പോഴുണ്ടായത്, ഇ പി വിശദമാക്കി. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള അനുമതിക്കായി DC ബുക്സ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പുസ്തകം പൂർത്തിയായിട്ടില്ലെന്നും പൂർത്തിയായാൽ എന്തു വേണമെന്ന് ആലോചിക്കാമെന്നും പറയുകയും ചെയ്തു. മാതൃഭൂമിയും ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചു. ഇതേ മറുപടി അവരോടും പറഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് തെരഞ്ഞെടുപ്പ് ദിവസം വിവാദമുണ്ടാക്കിയത്? ആസൂത്രിതമായ പദ്ധതിയാണിത്, അദ്ദേഹം ആരോപിച്ചു. തനിക്ക് നേരെ നടക്കുന്ന ആക്രമണം പാർട്ടിയെ തകർക്കാനുള്ളതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. താനൊരു കോപ്പിയും ആർക്കും കൊടുത്തിട്ടില്ലെന്നും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന വിശ്വസ്തനായ ഒരാൾക്ക് പുസ്തകം എഡിറ്റ് ചെയ്യാൻ കൊടുത്തിരുന്നുവെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. DC ബുക്സിന് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഒന്നും അറിയില്ലെന്നാണ് ആദ്യം അവർ പറഞ്ഞത്. അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പിന്നെ വിളിച്ചിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.